ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നാണ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് നാലാമത്തെ T20 സീരീസ്. ഇന്ത്യക്ക് ഇനി സീരീസ് തിരിച്ചു പിടിക്കാൻ കഴിയില്ല, സീരീസ് ഡ്രോ ആക്കാനേ കഴിയില്ല. ഡ്രോ ആക്കണമെങ്കിൽ ഇന്നത്തെ T20 അഞ്ചാമത്തെ T20 ജയിച്ചാൽ 2-2 ഡ്രോ ആക്കാം. ഇംഗ്ലണ്ടിൻ്റെ സീരീസ് ജയിക്കാൻ പറ്റും, കാരണം ഇന്നത്തെ കളി ജയിച്ചാൽ 3 കളി ജയിക്കാൻ പറ്റും. അതേപോലെ തന്നെ 2 കളി ജയിച്ചാൽ 4-0 സീരീസ് ഇംഗ്ലണ്ടിന് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ കളികൾ വെച്ച് നോക്കുമ്പോൾ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ത്യ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2020 ചാമ്പ്യൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ ചാമ്പ്യൻസ് ടീമിലെ പ്ലേയേഴ്സ് പലരും ഇല്ല. സഞ്ജു സാംസൺ ഇല്ല, ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഇല്ല, അങ്ങനെ പല പ്ലേയേഴ്സും നിലവിലെ ടീമിലില്ല. ഒരു പുതിയ ടീമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ്. എന്നാൽ പോലും ഒരു സെറ്റിലാവാത്ത ടീമാണെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. സെറ്റിലാവാത്തൊരു ബാറ്റിംഗ് ഒന്നും സെറ്റിലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതിൽ നിലവിൽ പ്രോബബിൾ ആയിട്ടുള്ളൊരു പ്ലേയിങ് 11 എങ്ങനെയാണെന്ന് വെച്ചാൽ, ചാൻസ് 1-2 ചേഞ്ചസ് വരാൻ ചാൻസ്, വെറും ചാൻസ് ആണ്, ഉറപ്പില്ല. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ചിലപ്പോൾ സഞ്ജു സാംസണിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പക്ഷേ വൈഭവ് സൂര്യവംശിനെ പുറത്തിരുത്തിക്കൊണ്ട് സഞ്ജു സാംസണിനെ കൊണ്ടുവരാനുള്ള ചാൻസ് കുറവാണ്. ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവൻ ഡൂബെ, വാഷിംഗ്ടൺ സുന്ദർ, അർഷിത് റാണ, പ്രിൻസ് യാദവ്, ആർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. വാഷിംഗ്ടൺ സുന്ദർ വരുന്നത് അക്ഷർ പട്ടേലിന് പകരമാണ്. അത് നല്ലൊരു ചേഞ്ച് ആവാൻ സാധ്യതയില്ല. നിലവിൽ അക്ഷർ പട്ടേൽ തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതിന് പകരം ഫാസ്റ്റ് ബോളേഴ്സ് 3 ആൾ എന്തായാലും വേണം. സുന്ദറിന് പകരം നമ്മളിപ്പോൾ അക്ഷർ പട്ടേലിന് വരെ രവി വിഷ്ണുവിനെ കൊണ്ടുവന്നാൽ ബാറ്റിംഗ് കുറച്ച് വീക്കാവും. അപ്പം നിലവിലൊരു ഓൾറൗണ്ടറെ വെച്ചിട്ട് തന്നെയാണ് പോകാൻ സാധ്യത. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ ചെറിയൊരു ഷഫിൾ നടത്തിയാൽ ചിലപ്പോൾ ബാറ്റിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വൈഭവ് സൂര്യവംശിനെ ടീമിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ ചെറിയൊരു ചേഞ്ച് വരുത്താം. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി ഓപ്പണിങ്, സഞ്ജു സാംസൺ 1 ഡൗൺ, ഇഷാൻ കിഷൻ 4ാമത്, ശ്രേയസ് അയ്യർ 5ാമത്. ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത് തിലക് വർമ്മയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ശ്രേയസ് അയ്യർ 5ാമത്, ശിവൻ ഡൂബെ, അക്ഷർ പട്ടേൽ, സുന്ദർ ആരംഗ് ആയിക്കോട്ടെ. അക്ഷർ പട്ടേലാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ അർഷിത് റാണ, പ്രിൻസ് യാദവ്, ആർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതാണ് എൻ്റെ പ്ലേയിങ് 11. അതിൽ വേണമെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ച് ചിലപ്പോൾ ഇന്ത്യൻ്റെ ബാറ്റിംഗ് കുറച്ച് സ്ട്രോങ് ആക്കാൻ സാധ്യതയുണ്ട്. കാരണം ശ്രേയസ് അയ്യറിന് ആങ്കർ ചെയ്ത് കളിക്കാനും പറ്റും, അറ്റാക്ക് ചെയ്ത് കളിക്കാനും പറ്റും. അതുകൊണ്ട് അഥവാ ടോപ്പിലെ 3 പ്ലേയേഴ്സ് പോയാലും ശ്രേയസ് അയ്യറിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് കളിക്കാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം പറയാൻ പറ്റില്ല എന്താ ചേഞ്ചസ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു, എല്ലാം പ്രതീക്ഷയാണ്. ജയിക്കുന്നു ഉറപ്പില്ല. അപ്പം ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സീരീസ് നിലനിൽക്കാൻ ഇന്ന് ജയിച്ചേ പറ്റൂ. അതേപോലെ തന്നെ ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിമാണ് ഇന്ന്. കഴിഞ്ഞതൊക്കെ വിടുക, ഇനി വരുന്ന മത്സരങ്ങൾ ബെറ്റർ ആക്കി ജയിക്കാൻ ശ്രമിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ, സീ യു.